ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. ഓടയിൽ വീണ് പരിക്കേറ്റ മാത്യുവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഭവം. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. ഞങ്ങളുടെ DCC പ്രസിഡന്റിനെ തള്ളിയിട്ടവനെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അവന്റെ പേരെന്താണ്? അവന്റെ പേരാണ് പ്രവീൺ. നിങ്ങൾ അടിയിൽ വരച്ചു വെച്ചു. 100 ദിവസങ്ങൾ കഴിയുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ ശ്രീ പ്രവീൺ സർവീസിൽ കാണുകയില്ല. യാതൊരു സംശയവും വേണ്ട. CP മാത്യുവിനെ ഉപദ്രവിച്ചവനെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഇടുക്കിയിലെ കോൺഗ്രസുകാർക്കുണ്ട്. ആൽവിൻ തോമസ് ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, എന്തായാലും മർദ്ദനം എന്നുള്ള പരാതിയാണ്, ഭീഷണി മുഴക്കുന്നുമുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ്? സ്വാതി, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ മാർച്ച് താലൂക്ക് ഓഫീസിലേക്ക് എത്തുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും DCC സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രവർത്തകർ ഈ മാർച്ചിലേക്ക് എത്തുകയും അവരങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അത്രത്തോളം പോലീസ് ഫോഴ്സ് ഇല്ലാതിരുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാര്യം നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെ CP മാത്യു ഉൾപ്പെടെയുള്ള നേതൃനിരയാണ് മുമ്പിലുണ്ടായിരുന്നത്. പോലീസുമായി ചില സംഘർഷം ആ സമയത്ത് അവിടെ ഉണ്ടാകുകയും ചില ഉന്തും തള്ളും ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനിടയിൽ പോലീസ് കാലിന് ചവിട്ടി CP മാത്യുവിനെ വീഴ്ത്തി എന്നുള്ളതാണ് പ്രവർത്തകരുടെ പരാതിയായി പറയുന്നത്. ഒരു ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത്. CP മാത്യു താഴെ ഒരു ഓടയിൽ സൈഡിലുള്ള ഒരു ഓടയിലേക്ക് വീഴുകയും അവിടെ നിന്ന് പിന്നീട് പ്രവർത്തകർ അദ്ദേഹത്തെ എടുത്തു ഉയർത്തുകയുമായിരുന്നു. പിന്നീട് CP മാത്യുവിനെ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പം മുമ്പ് CT സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് CP മാത്യുവിനെ വിധേയമാക്കിയിട്ടുണ്ട്. അസുഖബാധിതകൾ കൂടിയാണ് CP മാത്യു. അതുകൊണ്ട് തന്നെ പ്രവർത്തകരിൽ വലിയ ആവേശം, ആ സമയത്ത് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. പോലീസിനെതിരെ നിരവധി മുദ്രാവാക്യം വിളിക്കുന്ന അവസ്ഥയും ഉണ്ടായി. പിന്നീട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവിടെ വഴി തടഞ്ഞുകൊണ്ടുള്ള ഉപരോധ സമരം നടത്തുകയാണ്. വലിയ സംഘർഷമാണ് ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. CP മാത്യുവിനെ തള്ളി താഴെയിട്ടത് പോലീസാണെന്നും പോലീസിനെതിരെ നടപടി വേണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിരവധി പ്രവർത്തകർ അവിടെ ഒന്നുതള്ളുമൊക്കെ പിന്നീട് ഉണ്ടാകുകയും ചെയ്തു പോലീസുമായി. അല്പം മുമ്പ് ഇടുക്കിയുടെ DYSP സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രവർത്തകരുമായി സംസാരിച്ചെങ്കിലും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവരിപ്പോൾ ചെറുതോണിയിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുകയാണ്. CP മാത്യുവിൻ്റെ പരിശോധനകൾക്ക് ശേഷം CP മാത്യുവിന് എന്തെങ്കിലും തരത്തിൽ കൂടുതൽ പരിക്കുകളുണ്ടോ എന്നുള്ളത് വിശദീകരിക്കുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. സ്വാതി. ശരി ആൽവിൻ.